ഭയങ്കര സംസാര വിഷയം ഉണ്ടായിരുന്നത് അനുവിൻ്റെ കേസിലാണ്. അനു ഭയങ്കരമായിട്ട് PR കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. എനിക്കറിയില്ല എൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. ഇതിനകത്ത് ഇരിക്കുന്നതാണ്. ആ PR-ൻ്റെ ടീം അക്ബറിനെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ. അപ്പോൾ എന്താ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഒട്ടും PR ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീഷാണെന്നാണ് എനിക്ക് ഒരു ബലമായ സംശയം. PR-ൻ്റെ ബലത്തിൽ ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് എനിക്ക് തോന്നുന്നത് അനുമോളാണ്. കാരണം അനുമോള് പലപ്പോഴായിട്ട് PR എന്നുള്ള വാക്ക് സ്ഥാനത്തും അസ്ഥാനത്തൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. PR ഇല്ലാതെ ഇവിടെ നിൽക്കുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരു വ്യക്തി ലക്ഷ്മിയാണ്. ഒരു PR-ൻ്റെയും പിൻബലം ഇല്ലാതെ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നെവിനാണ്. രണ്ടാമത്തേത് PR-ൻ്റെ പേര് ആരോപണങ്ങളായിട്ടാണെങ്കിലും വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അനുമോളെ കുറിച്ചാണ്. ടാസ്ക് വൈസ് ആണെങ്കിലും ഗെയിം വൈസ് ആണെങ്കിലും മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഈവൻ ഒരു വോട്ട് പോലും നീ പലപ്പോഴും വോട്ടൊക്കെ അസാധുവാക്കുന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അസാധുവാക്കിയിട്ട് പോയിട്ടും പിന്നെയും പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നോമിനേഷൻ രക്ഷപ്പെട്ട് കാണുമ്പോഴത്തേക്കും ആയിരിക്കാം PR എന്നുള്ളൊരു കാര്യം പറഞ്ഞു കേട്ടും പിന്നെ പ്രാക്ടിക്കലി കാണുമ്പോഴും അങ്ങനെ തോന്നുന്നത്. ഞാൻ അനുമോള് PR ബലം എന്ന് എനിക്ക് തോന്നുന്നത് പുറത്തത്തെ ഇത് വെച്ചിട്ട് മാത്രമല്ല. കാരണം ഇവിടെ ആണെങ്കിലും ഒരു എവിക്ഷൻ പ്രക്രിയ പറയുമ്പോൾ നോമിനേഷനിലുള്ളവരൊക്കെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അനുമോൾ പൂർണ്ണമായിട്ടും ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊടുക്കലില്ല. കുറച്ച് അനുമോൾ കയ്യിൽ വെക്കും. കാരണം അനുമോൾക്ക് തന്നെ ഉള്ളിൽ അറിയാം ഞാൻ ഔട്ടാവില്ല എന്നുള്ളത്. രണ്ടാമത്തത് എനിക്ക് തോന്നിയിട്ടുള്ളത് നെവിനാണ്. PR ബലം ഇല്ലാതെ പുറത്ത് PR-നൊക്കെ തന്നെ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നെവിൻ ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലോണം PR യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അനുമോൾ തന്നെയാണ്. അനുമോളുടെ കാര്യത്തിൽ ഒരാൾ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളെ കണ്ടിട്ട് ആ ഭയം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഭയം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് PR ആണോ ഇല്ലെങ്കിൽ അത് അനുമോൾ കുറച്ച് റിയൽ ലൈഫിലും കുറച്ച് കാമും കാഷ്വൽ ആണോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഏറ്റവും PR എടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് നൂറ തന്നെയാണ്. നൂറയുടെ ചിരി, നൂറയുടെ എല്ലാ ഈ പറഞ്ഞ സ്മൈലും, നൂറയുടെ ഒരു എനിക്കൊരു കണക്ട് ചെയ്യുന്ന ഒരു വൈബാണ് നൂറയുടെ ഒരു വൈബ്. എനിക്കിവിടെ PR എടുക്കാതെ വന്നേക്കുന്ന ഒരു വ്യക്തി എന്ന് തോന്നിയിട്ടുള്ളത് ബിന്നിയാണ്. കാരണം PR കൊണ്ടുള്ള സാധനത്തിനെ പറ്റിയിട്ട് ബോധമല്ല. പിന്നെ PR എടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു കൂസലും ഇല്ലാണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോളെ തന്നെയാണ്. എവിക്റ്റായി പോയിട്ടുള്ള പല കണ്ടസ്റ്റൻസും എൻ്റെ അടുത്ത് വിത്ത് എമൗണ്ട് അടക്കം പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു റിവീൽ ഇറ്റ്. ആ പേര് എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അനുമോൾ PR എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വൺസ് യു വാണ്ട് ദിസ് ഷോ, ഇവിടെ നിന്ന് ഈ ഷോയിൽ നിന്ന് വിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള പൈസ കൊടുക്കാമെന്ന് വരെ പറഞ്ഞിട്ടാണ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചാന്ന് എനിക്കറിയാമല്ലോ. എനിക്ക് കേട്ടതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അനുമോൾ ഞാൻ ഓൾറെഡി അറിഞ്ഞതാണ്. പക്ഷെ എനിക്ക് അതർദായിട്ട് എനിക്ക് പറയാനുള്ള ലക്ഷ്മീനെയാണ്. ലക്ഷ്മി ഒരു സീരിയസ്നെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ വന്നിട്ടും പുള്ളിക്കാരി ഇപ്പോൾ ഒരു എവിക്ഷനിൽ വന്നാലും സേവായി പോവലുണ്ട്. പിന്നെ PR ഇല്ലാണ്ട് കളിച്ച് മുന്നോട്ട് വരുന്നത് അതില്ല ഞാൻ പറയാം. ഇപ്പോൾ ഓളാണെങ്കിൽ PR കാര്യങ്ങളൊന്നും പുറത്ത് സെറ്റ് ചെയ്യാണ്ടാണ് വന്നേക്കുന്നത്. അപ്പം എനിക്ക് ലക്ഷ്മീനെയാണ് തോന്നിയേക്കുന്നത്. കാരണം ഒരിത്തിരി ടൈം കിട്ടിയാൽ വേഗം പോയി കിടക്കും. പനി പിടിച്ച ആൾക്കാർ പുതച്ച് മൂടി കിടക്കുന്നതാണ്. അപ്പം നമ്മളൊരു ഇൻപുട്ട് കൊടുക്കാതെ എങ്ങനെയാണ് നിന്ന് പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ടു ബി ഫ്രാങ്ക്, PR ഇല്ലാത്തത് ഞാൻ പറയാൻ നൂറായിരിക്കും. കാരണം എൻ്റെ പാർട്ട്ണറാണ്. എനിക്കറിയാം പേഴ്സണലി. ബിഗ് ബോസ് സീസൺ 7 7 പണി 24/7 ജിയോ ഹോട്ട്സ്റ്റാറിൽ.